നിങ്ങളൊരു ഡൈവിംഗ് ബോർഡിൽ നിൽക്കുകയാണ് എന്നൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. താഴേക്ക് നോക്കുമ്പോൾ നീല കളറിലെ വെള്ളത്തിലേക്കാണ് നിങ്ങൾ ചാടുന്നത്. ആ ചാട്ടം വളരെ ആവേശകരമാണ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് വയറിൽ നിന്ന് എന്തോ ഒരു വേദന വരുന്നത് പോലെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം ഇടിപ്പ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. കാരണം നിങ്ങളിങ്ങനെ താഴേക്ക് നോക്കുന്തോറും നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ട്, കൈകൾ വിറയ്ക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും എന്ന ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ. ഞാൻ ഇവിടെ നിന്ന് ചാടിയാൽ എനിക്ക് എന്തെങ്കിലും പറ്റുമോ, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ? ഈ ഒരു അവസ്ഥയിലാണ് ഡ്രൈവിംഗ് ബോർഡിലേക്ക് നിൽക്കുമ്പോൾ സംഭവിക്കുക. എന്നാൽ അതിശയിപ്പിക്കുന്ന സത്യമെന്ന് പറയുന്നത് ഡൈവിംഗ് ബോർഡിൽ നിന്ന് ചാടാതെ അവിടെ തന്നെ നിൽക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള പരാജയം. കാരണം നിങ്ങൾ മടിപിടിച്ച് നിൽക്കുമ്പോൾ കൂടെയുള്ള പലരും ചാടുകയും അവർ പഠിക്കുകയും വളരുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് അത് ആദ്യമായിട്ടായിരിക്കില്ല ശരിയാകുന്നത്, എങ്കിൽ പോലും അവർ അതിൽ ആക്ഷൻ എടുത്തു എന്നുള്ളതാണ്. ഞാൻ പഠിച്ചത് ഇതാണ്. നിങ്ങൾ ആരാധിക്കുന്ന ഇല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സക്സസ് ആയിട്ട് കാണുന്ന ഓരോ വ്യക്തികളും ഒരിക്കൽ പരാജയപ്പെടുമെന്ന് വിചാരിച്ച് ആ ഡൈവിംഗ് ബോർഡിലേക്ക് തന്നെ നിന്നവരാണ്. പക്ഷേ അവർ എന്തായാലും ചാടി. കാരണം പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ വിപരീതമായിട്ടുള്ള കാര്യമല്ല. അത് നമ്മുടെ ആ വിജയത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒരു ചവിട്ടുപടിയാണ്. ഒരു പ്രാവശ്യം പരാജയപ്പെടുമ്പോൾ നമ്മൾ വിജയത്തോട് ഒരു പടി അടുത്തു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കുതിച്ചു ചാട്ടം നമ്മൾ ചാടുക തന്നെ വേണം. ഓരോ വീഴ്ചയും നമ്മൾ ആ സ്വപ്നം കാണുന്ന ജീവിതത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണ് എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുക. നമ്മൾ ചാടിയാൽ, പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാനായിട്ട് കഴിയുക. നിങ്ങൾ ചാടാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഐ ആം റെഡി എന്ന് കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് ഈ ഒരു ആദ്യ ചുവട് വയ്ക്കാം. വിജയത്തിലേക്കുള്ള കുതിച്ചു ചാട്ടമാകട്ടെ ഈ ഒരു കമൻറ്റ്.